നിങ്ങൾ നാളെ എന്തായാലും രാവിലെ എഴുന്നേൽക്കുമെന്ന് ഉറച്ച തീരുമാനത്തോടെ കിടന്നിട്ടും പിറ്റേ ദിവസം രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥ പലർക്കും ഉണ്ടായിട്ടുണ്ടാകാം. എന്നാൽ ചിലവർ നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കുന്നതും നമുക്ക് കാണാം. ഇങ്ങനെ രാവിലെ കിടന്നുറങ്ങുമ്പോൾ നീ മടി പിടിച്ച് കിടന്നുറങ്ങുകയാണെന്ന് വീട്ടുകാരോ കൂട്ടുകാരോ പറയുന്നുണ്ടെങ്കിൽ അവരെ ഈ വീഡിയോ കാണിച്ചു കൊടുത്താൽ മതി. ഇനി അവർ നിങ്ങൾ മടി പിടിച്ച് കിടന്നുറങ്ങുകയാണെന്ന് പറയില്ല. കാര്യം പറഞ്ഞല്ല, നമ്മൾ എപ്പോൾ കിടക്കും എപ്പോൾ എഴുന്നേൽക്കുമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ ക്രോണോ ടൈപ്പാണ്. കുറച്ചുകൂടെ സിമ്പിളായിട്ട് നോക്കിയാൽ രാത്രിയിൽ താമസിച്ച് കിടന്നുറങ്ങുകയും താമസിച്ച് എഴുന്നേൽക്കുന്നവരെയും നൈറ്റ് ഔളെന്നും രാത്രിയിൽ നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കുന്നവരെ മോർണിംഗ് ഡാർക്ക് എന്നും പറയാം. ഏകദേശം ഒരു 25 മുതൽ 30% ആൾക്കാർ നൈറ്റ് ഔളും 25 മുതൽ 30% ആൾക്കാർ മോർണിംഗ് ഡാർക്കുമായിരിക്കും. ബാക്കിയുള്ളവർ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്നവരുമായിരിക്കും. ഈ ക്രോണോ ടൈപ്പ് നമുക്ക് ജനറ്റിക്കലി കിട്ടുന്ന ഒന്നാണ്, അല്ലാതെ നമ്മുടെ ചോയ്സ് കൊണ്ടല്ല നമ്മൾ നൈറ്റ് ഔളോ അല്ലെങ്കിൽ മോർണിംഗ് ലാർക്കോ ആകുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരാൾ മോർണിംഗ് ലാർക്ക് ആണെങ്കിൽ അച്ഛനോ അമ്മയോ ഒരാൾ രാവിലെ എഴുന്നേൽക്കുന്ന ഒരാളായിരിക്കും. ഈ വ്യത്യസ്തമായ ഉറക്ക രീതിയെ എവല്യൂഷണറി ബേസിൽ പറയുകയാണെങ്കിൽ ഉറങ്ങുന്ന സമയത്തായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ വൾണറബിൾ ആയിട്ടുള്ള സമയം. അങ്ങനെ നോക്കുമ്പോൾ പണ്ട് സമയത്തുള്ള ആൾക്കാർ എല്ലാം കൂട്ടത്തോടെയാണ് കിടന്നുറങ്ങുന്നത്. കുറച്ച് പേർ നേരത്തെ ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുകയും കുറച്ച് പേർ താമസിച്ചുറങ്ങുകയും ചെയ്യുന്നതുകൊണ്ട് ആ ഒരു കൂട്ടത്തിൽ ഉറങ്ങുന്ന സമയത്ത് വലിയ ഡേഞ്ചറൊന്നും വരാത്ത രീതിയിൽ അവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ തന്നെ പറ, രാവിലെ എഴുന്നേൽക്കാത്തവരെ നമുക്ക് മടിയന്മാരെന്ന് വിളിക്കാൻ പറ്റുമോ? പക്ഷേ ഇതിലൊരു കാര്യമുണ്ട്, ഫോണിൽ അല്ലെങ്കിൽ ടാബിലൊക്കെ നോക്കിയിരുന്ന് ഉറക്കം വരാത്തവരുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അങ്ങനത്തുള്ളവരല്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.